ചില മക്കളുണ്ട്, ഒളിച്ചോടണ മക്കൾ. എന്തെങ്ങനെ ഒളിച്ചോടുന്ന ചില മക്കൾ. എന്നോട് ഒരു വർഷം മുമ്പ് സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാന് 30 വർഷം ഞാൻ ഗൾഫിലായിരുന്നു ഉസ്താദെ. എന്താ പറഞ്ഞ 30 വർഷം ഞാൻ ഗൾഫിലായിരുന്നു ഉസ്താദെ. എനിക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നു, എനിക്ക് പ്രഷർ തന്നു, കൊളസ്ട്രോൾ തന്നു, കഷണ്ടി തന്നു ഉസ്താദെ. ഇതെല്ലാം എനിക്ക് അള്ളാഹു തന്നു ഉസ്താദെ. ഈ 30 കൊല്ലം ഞാൻ അവിടെ നിന്ന് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി 80 പവന്റെ സ്വർണം ഞാൻ സമ്പാദിച്ചു ഉസ്താദെ, കല്യാണത്തിന് വേണ്ടിയിട്ട്. എത്ര? 80 പവന്റെ സ്വർണം. പക്ഷേ അവക്ക് നല്ലൊരു വിവാഹാലോചന ഞാൻ കൊണ്ടുവന്നു ഉസ്താദെ. പക്ഷേ കല്യാണത്തിന്റെ തലേ ദിവസം ഈ 80 പവനുമായിട്ട് അവള് വയനാട്ടിലുള്ള ഒരു ചെറുപ്പം, അല്ലെ ഉയരുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറഞ്ഞതുപോലെ വയനാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഒളിച്ചോടി ഉസ്താദ്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഓൾക്ക് നിങ്ങൾ വയനാട്ടിൽ വയലിൽ പോകുമ്പോൾ ഓളെ കണ്ടാൽ നിങ്ങളൊന്ന് പറയണം. എന്താ പറയണ്ടേ? ഓളുടെ ജീവിതത്തിൽ ഒരിക്കലും വറക്കത്തുണ്ടാകൂല എന്ന് ആ വാപ്പ എന്നെ പറഞ്ഞു വെച്ചിരിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതാ പറയണ, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ് ഈ കുടുംബ ജീവിതം എന്നൊക്കെ പറയണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാനൊരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, നല്ല കുടുംബ ജീവിതം വേണ്ടതെന്ന് കൈവെക്കാൻ പറഞ്ഞു. അതിന് ഭൂരിഭാഗവും ഇത് കെട്ടിയവർ അബാഹി മുതലിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയണത്, കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറഞ്ഞ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലേ? അതാ പറയണ, വാപ്പയുടെ